ആന്റി, ഞാൻ ആന്റിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരായിരുന്നു. എനിക്ക് ചില സങ്കടങ്ങൾ പറയാനുണ്ട്. എന്റെ സങ്കടങ്ങൾ പറയാൻ ഞാൻ അമ്പലത്തിലേക്ക് പോകുക. ഒരു നല്ല വഴിക്ക് തടസ്സാവല്ലേ? ആന്റി ആന്റി ഒരു മിനിറ്റ് പോലെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതൊന്നും എനിക്ക് പറയാൻ വേറെ ആരുമില്ല, അതുകൊണ്ട് പ്ലീസ്. ആന്റിയുടെ മുന്നിൽ ഉള്ള കാര്യം തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. നിങ്ങൾ കരുതുന്ന പോലെയൊന്നും അല്ല എന്റെ അവസ്ഥ. ഇപ്പൊ ഭയങ്കര ദയനീയ. സത്യം, പണത്തോടുള്ള അത്യാർത്ഥിയായിരുന്നു എനിക്ക്. അതിനുവേണ്ടി പല കള്ളക്കളികളും ഞാൻ കളിക്കുകയും ചെയ്തു. സ്വത്തുക്കൾ മുഴുവൻ പ്രണവിന് കിട്ടിക്കഴിഞ്ഞാൽ പ്രണവ് അതൊക്കെ നന്നായിട്ട് നോക്കിക്കോളൂന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പൊ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി ആന്റി. ഞാൻ എന്റെ സങ്കടങ്ങൾ ആരോടാ ചെന്ന് പറയേണ്ടത്? വസുന്ധര ആന്റിക്ക് മറ്റുള്ളവരുടെ സെന്റിമെന്റ്സ് അറിയില്ല. പിന്നെ എന്റെ അമ്മ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റപ്പെടുത്താനല്ലാതെ ഒരു പ്രശ്നം വന്നാൽ അതിനൊരു പരിഹാരം പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ആന്റിയെ കാണാനായിട്ട് ഇറങ്ങിയത്. എന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിപ്പോയി. ഞാൻ എന്താ വേണ്ടത്? നിന്റെ എല്ലാ കണക്കൂട്ടലുകളും പിശകാണെന്ന് ആദ്യമേ മുതലേ ഞാൻ പറയുന്നതല്ലേ. ഇനി കിട്ടുന്നതെല്ലാം ബോണസ് ആണെന്ന് കരുതി അങ്ങ് അനുഭവിച്ചോ. ഗൗതമിൽ നിന്നും സ്വത്തുക്കളെല്ലാം പ്രണവിന് നേടിക്കൊടുക്കാൻ ശ്രമിച്ചു എന്ന് തൊഴിച്ച ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടി ആന്റിയുടെ മകനെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ചെയ്തു എന്ന് പറയുന്ന തെറ്റുകൾ പോലും പ്രണവിനോടുള്ള അമിത സ്നേഹം കൊണ്ട് സംഭവിച്ചു പോയതാ. പക്ഷെ പ്രണവ് കാണിക്കുന്നതോ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആന്റിയുടെ മോൻ തന്നെയാ. ആന്റിക്കറിയാലോ, ഹൈടെക് സിറ്റിയുടെ എംബാക് പ്രോജക്ട് ഗൗതമാണ് എഗ്രിമെന്റ് ചെയ്തത്. ഇപ്പൊ ആ ടെൻഡർ പ്രണവിന് കിട്ടണമെങ്കിൽ ഗൗതമിന്റെ ഒരു ഒപ്പ് വേണമെന്ന്. ഗൗതം എന്തായാലും ഒപ്പിട്ട് കൊടുക്കില്ലെന്ന് എനിക്കും അറിയാം, പ്രണവിനും അറിയാം, അത് ആന്റിക്കും അറിയാം. ശരിയല്ലേ? പ്രണവിന് ബുദ്ധിയില്ലേ? കഴിവില്ലേ? ഇത്തരൊരവസ്ഥ വന്ന എന്താ വേണ്ടത്? ആ പ്രോജക്റ്റ് അങ്ങ് വേണ്ടെന്ന് വെക്കണം, എന്നിട്ട് വേറെ വഴി നോക്കണം. പക്ഷെ ഇപ്പൊ പ്രണവ് ചെയ്യുന്നതോ പകലില്ലാതെ കുടിയായിപ്പോ. കുടിച്ച് നശിക്കുക പ്രണവ്. കാണിച്ചരാം. എന്റെ കാർ തന്നെ ഇരുന്ന് കളഞ്ഞത് ആന്റി കണ്ടപ്പോ പേടിയായോ? ഇറങ്ങി വാ ഇങ്ങോട്ട്. വന്ന് ആന്റിയുടെ മുന്നിലേക്ക് നിന്നു കൊടുക്ക്, കാണട്ടെ. എന്നിട്ട് ആന്റി തരുന്നത് വാങ്ങിച്ചു കൂട്ട്. കണ്ടോ ആന്റി, ഞാൻ 5 മണിക്ക് ഉണർന്ന് നോക്കുമ്പോ ബെഡ്റൂമിലിരുന്ന് മദ്യപിക്കുക. 24 മണിക്കൂറും കള്ളുകൂടിയാ. പ്രോജക്റ്റ് പോയെങ്കിൽ പോട്ടെ എന്നങ്ങി വെക്കുകയല്ലേ വേണ്ടത്? അതിനിങ്ങനെ കുടിച്ച് നശിക്കണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒട്ടും വൈകാതെ ഈ മനുഷ്യ രക്തം ഛർദ്ദിക്കും. ആന്റിയുടെ മോൻ ആയുസ് അറിയാതെ ചത്തുപോകും. ഇവള് പറയുന്നത് സത്യമാണോടാ? ചോദിച്ചു കേട്ടില്ലേ നീ മദ്യപിച്ചിട്ടുണ്ടോന്ന്? എന്തിനാ ആന്റി ചോദിക്കുന്നേ? ആന്റി ഒന്ന് മണപ്പിച്ചു നോക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ? മൂക്കം അടിച്ച് പൊട്ടിക്കാന്റി. എന്നിട്ട് നല്ലത് പറഞ്ഞു കൊടുക്ക്. ഗൗതമിന്റെ ഒരു ഒപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞിങ്ങനെ നശിക്കുകയാണോ വേണ്ടത്? നല്ലത് കൊടുക്കാന്റി അങ്ങോട്ട്. ആന്റി എന്താ ചിരിക്കുന്ന? ഞാൻ ചിരിക്കൂടെ? ഇതിൽ ഉറക്കെ ചിരിക്കും. സ്വന്തം മകൻ മദ്യപിച്ച് ബോധം കെട്ടി നടക്കുന്ന കണ്ടാലേ ഒരമ്മയ്ക്കും ചിരിക്കാനാവില്ല. പക്ഷേ ഇവന്റെ കാര്യത്തിൽ ഞാൻ ചിരിക്കും. ഇവനെ കുടിച്ച് കുടിച്ച് നശിക്കണം. ആ നാശത്തിന്റെ കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തിയ ശിവാനി. ഇക്കണക്കിന് പോവാണെങ്കിലേ ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗത്തില് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. ഒട്ടും വൈകാതെ നീ ഇവനും തെരുവിലാകുന്നുള്ള കാര്യം ഉറപ്പായി. ഈശ്വരമംഗലം തകർന്നു പോകുന്നുള്ള സങ്കടമൊന്നും എനിക്കില്ല. കാരണം നീ ഇവനും ചേർന്ന് അതിനെ എത്രയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയാലും ആ പടുകുഴിയിൽ നിന്നും പഴയ പ്രതാപത്തിലേക്ക് കമ്പനിയെ വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ് എന്റെ മോൻ ഗൗതമിനുണ്ട്. നീ കുടിക്കടാ. രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ കുടിക്കേ. കുടിച്ച് നശിക്കേ. പിന്നെ ഒരു കാര്യം, ഗൗതമിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒപ്പിട്ട് വാങ്ങി അങ്ങ് വിജയിച്ചു കളയാന്നുള്ള ചിന്ത നിനക്കോ ഇവനോ ഉണ്ടെങ്കിൽ
അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. അത് നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. പോട്ടെ, ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാം. വിചാരിച്ചതുപോലെ അങ്ങേറ്റില്ല.